അവരുമായിട്ട് മന്ത്രി 3 പ്രാവശ്യം ചർച്ച നടത്തി, ഞാൻ ചർച്ച നടത്തി. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മന്ത്രിസഭാ യോഗം എടുത്ത തീരുമാനം എല്ലാ വേക്കൻസികളും കമ്പൾസറി ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യാത്ത ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സിനെതിരെ നടപടിയെടുക്കുന്ന. കേരളത്തിൽ ഏത് ഡിപ്പാർട്ട്മെന്റിൽ വേക്കൻസി ഉണ്ടെങ്കിലും ആ വേക്കൻസി ഫില്ല് ചെയ്യും. അവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവിഷൻ ഫോളാണ്. ഡിവിഷനുകൾ കുറയുവാണ്, കുട്ടികളുടെ എണ്ണം കുറയുന്നതുകൊണ്ട് ഡിവിഷൻ ഫോളാണ്. ഡിവിഷൻ ഫോള് വരുമ്പോൾ നിലവിലുള്ള അധ്യാപകരെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. വേണ്ടേ? അവരുടെ ജോലി കളഞ്ഞാൽ അവരോട് വീട്ടിൽ പോകാൻ പറയാൻ പറ്റുമോ? നിലവിലുള്ള അധ്യാപകർ 10ഉം 20ഉം കൊല്ലമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന അധ്യാപകരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ഈ ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പം അവരുടെ ഡിമാൻഡ് ഇപ്പോൾ മുതലല്ല, കുറേ നാളുകളായിട്ട് അവരുടെ ഡിമാൻഡ് വിദ്യാർത്ഥി അധ്യാപക റേഷ്യോ കുറയ്ക്കണമെന്നാണ്. അപ്പം ഞങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു 2 മാസം സമയം തരണം, ഞങ്ങളൊന്ന് പഠിക്കട്ടെ. കാരണം ഇതിൻ്റെ ഒരു ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇപ്പം ഗവൺമെൻറ് സെക്ടർ മാത്രമല്ല, അധ്യാപകരുടെ അനുപാതം വർദ്ധിച്ചാൽ അധ്യാപകരുടെ എണ്ണം ഭയങ്കരമായി വർദ്ധിക്കും. സംസ്ഥാനത്തിനുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത എത്രയാണെന്ന് തിട്ടപ്പെടുത്തണം. മാത്രമല്ല, ഗവൺമെന്റ് സെക്ടറിലെ ചെയ്താൽ ഉടനെ ഈ എയ്ഡഡ് സെക്ടറിലേയും വരും. എയ്ഡഡ് സെക്ടറിൽ ഇതേ പ്രശ്നം വരും. എയ്ഡഡ് സെക്ടറിലെ അധ്യാപകരെ അവിടെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്, അവിടെയും ഈ ആളുകളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരും. അപ്പം ഞങ്ങൾക്കൊന്ന് പഠിക്കാനുള്ള സമയം വേണം എന്ന് ഞാൻ വിളിച്ച് ചർച്ച ചെയ്തിരുന്നു. മന്ത്രി 3-4 പ്രാവശ്യം ചർച്ച ചെയ്തിരുന്നു. പക്ഷെ അവർ സമരം പിൻവലിക്കാൻ തയ്യാറായില്ല. സമരം ചെയ്യാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇനിയും ഞങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്യും.